യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിലൊന്നാണ് ഇസ്ലാം മതവിശ്വാസികളുടെ പ്രധാന കർമ്മമായ ഹജ്ജ്. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ നിറങ്ങളുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് സ്വകാര്യ ഹജ്ജ് വഴിയും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേനയും ഹജ്ജിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും പോകാറുള്ളത്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഹജ്ജ് കോട്ട 1,75,000 പേരായിരുന്നു. ഈ വർഷവും അതേ കോട്ട തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം സ്വകാര്യമായി ഹജ്ജ് പോകുന്ന ആളുകൾക്ക് തരത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ വലിയ രൂപത്തിൽ സാമ്പത്തിക ചിലവ് ഉണ്ടാകുന്ന, വലിയ ഡിമാൻഡുകൾ ഉണ്ടാകുന്ന, സീറ്റുകൾക്ക് വലിയ ഡിമാൻഡുകൾ ഉണ്ടാകുന്ന ഒരവസരമുണ്ടായിരുന്നു. ഈ വർഷം അത്ര ഡിമാൻഡുകളില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് ഹജ്ജ് യാത്രക്കാർക്ക്, പ്രൈവറ്റ് ഹജ്ജ് പോകുന്ന യാത്രക്കാർക്ക് സാമ്പത്തികമായ സഹായത്തിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ പൈസ കുറയുന്നതിന് കാരണമാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നയിച്ച 2 കാരണങ്ങൾ. കഴിഞ്ഞ വർഷം 80-20 എന്ന റേഷ്യോയിലായിരുന്നു. 80% കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേനയും 20% സ്വകാര്യ കമ്പനികൾ മുഖേനയുമായിരുന്നു ഇന്ത്യയിലെ ഹജ്ജ് യാത്രകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ വർഷം അത് മാറ്റി 70% ഹജ്ജ് കമ്മിറ്റി മുഖേനയും 30% സ്വകാര്യ കമ്പനികൾ മുഖേനയുമെന്ന് നിയമമാക്കിയത് വലിയ തരത്തിൽ സീറ്റുകളുടെ വർധനവുണ്ടായത്, സ്വകാര്യ മേഖലയിൽ സീറ്റ് വർധനവുണ്ടായത് യാത്രക്കാർക്ക് സീറ്റുകൾക്ക് ഡിമാൻഡുകളില്ലാതെ പണം കുറയാൻ കാരണമായി എന്നുള്ളതാണ്. യാത്രയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം.